ബ്രൂവറി വരും കേട്ടോ, കൊല നടക്കും കേട്ടോ, ഒപ്പം ബോധവൽക്കരണവും ഉണ്ടാകും. ഇപ്പോൾ നാട്ടിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്ററാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അതിലെ വാചകം ഞാനൊന്ന് വായിക്കാം. ലഹരി വിൽപ്പനയും ഉപയോഗവും കർശനമായി ഈ നാട്ടിൽ നിരോധിച്ചിരിക്കുന്നു. കഞ്ചാവ്, MDMA പോലെയുള്ള നിരോധിത ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെടെ വിൽപ്പനയും ഉപയോഗവും കണ്ടാൽ നാട്ടുകാരുടെ കയ്യിൽ നിന്നും അടികിട്ടും. യാതൊരു ദയാദാക്ഷിണ്യവും ഉണ്ടാകുന്നതല്ല. ചോദിക്കാൻ വരുന്നവർക്കും അടികിട്ടും, പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യും. ഈ ഒരു രീതിയിലുള്ള പോസ്റ്ററുകൾ പല നാടുകളിലും ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ചുരുക്കി പറഞ്ഞാൽ, നിർബന്ധിതാവസ്ഥയിൽ പൊതുജനം നിയമം കയ്യിലെടുക്കാൻ തുടങ്ങുകയാണ് എന്ന് വേണം ചിന്തിക്കാൻ. എന്നാൽ ഈ പോസ്റ്ററിന് മറ്റൊരു വശം കൂടിയുണ്ട്. അത് നമുക്ക് പറയാം. ആരെ അടിക്കും എന്നതാണ് ഇവിടെ പ്രധാനം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സർക്കാരിനെന്ന പോലെ പൊതുസമൂഹത്തിനും വേണ്ടത്ര ജാഗ്രതയില്ല എന്ന് തന്നെ വേണം വിലയിരുത്താൻ. ലഹരിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവാദങ്ങളും ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഉയരുന്ന സാഹചര്യത്തിലും സന്ദർഭങ്ങളിലും ആണ് ഇത്തരം ചർച്ചകൾ പെട്ടെന്ന് തന്നെ ഉയർന്നു വരാറുള്ളതും ജാഗ്രതാ സമിതികൾ കണ്ണു തുറക്കാറുള്ളതും ഓരോ നാടുകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറാറുള്ളതും. ചർച്ചയും ബഹളവും കഴിഞ്ഞാൽ എല്ലാം പഴയ പടി തന്നെയാകും. സർക്കാരിന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. സ്കൂളുകളിലും കലാലയങ്ങളിലുമെല്ലാം ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിനുകൾ അവർ നടത്തും. വലിയ കമാനങ്ങളും കട്ടൗട്ടുകളും ഷൂട്ടൗട്ടുകളും ഒക്കെ സ്ഥാപിക്കും. നിയമ നിർമ്മാണ സഭകളിൽ വലിയ ചർച്ചകൾ നടക്കും. ബഹളമെല്ലാം ഒന്ന് കെട്ടടങ്ങിയാൽ പുതിയ ബാറുകൾ അനുവദിച്ചും ബീവറേജുകൾ സ്ഥാപിച്ചും ബ്രൂവറി കൊണ്ടുവരാനുമൊക്കെ സർക്കാരും ശ്രമിക്കും. ആത്മാർത്ഥമായ ഒരു ഇടപെടലിനല്ലാതെ ഈ വിഷയത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്ന് ഉറപ്പാണ്. ഇപ്പോൾ കാണിക്കുന്നതെല്ലാം വെറും നേരം പോക്ക് തമാശകൾ മാത്രമാണെന്ന് പൊതുജനം പറഞ്ഞാൽ അവരെ ഒരിക്കലും കുറ്റം പറയാനൊക്കില്ല. നോക്കൂ, ഒരു ഭാഗത്ത് ലഹരി വസ്തുക്കൾ ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കുന്നു, മറുഭാഗത്ത് ലഹരിക്കെതിരെ ശബ്ദമുയർത്തുന്നു. ഇത് ആത്മാർത്ഥമാണെന്ന് പറയാൻ നമുക്കെങ്ങനെ കഴിയും? കേരളത്തിൽ AK ആന്റണി സർക്കാർ ചാരായം നിരോധിച്ചത് അതിലെ വിഷാംശം ഒഴിവാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. ഒരു നിയന്ത്രണവും ചാരായം വാറ്റുന്നതിന് അക്കാലത്തില്ലായിരുന്നു. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ വരും ഭാവിയിൽ ഉണ്ടാകുമെന്ന് കണ്ട അന്നത്തെ സർക്കാർ വൃത്തങ്ങൾ അത് നിരോധിക്കുകയാണ്. പിന്നീട് വിദേശ മദ്യങ്ങളുടെ കടന്നുവരവാണ്. എന്നാൽ വിദേശ മദ്യം വരുമാന ഉപാധിയായി സർക്കാരിന് മുന്നിൽ വന്നതോടെ മുട്ടിന് ബാർ എന്ന രീതിയിലാണ് പിന്നീട് കാണുന്നത്. ഓരോ മണ്ഡലങ്ങളിലും ഒരു ബാർ എന്ന കണക്കൊക്കെയാണ് ഇപ്പോൾ അവസ്ഥ. ചില മണ്ഡലങ്ങളിലൊക്കെ ഇല്ല എന്നറിയാം. എന്നിരുന്നാലും സർക്കാർ സംവിധാനത്തിന് പുറമെ സ്വകാര്യ ബാറുകൾ വേറെയുമുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് രാസലഹരി പദാർത്ഥങ്ങളുടെ വൻതോതിലുള്ള കുത്തൊഴുക്ക് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പേരിന് മാത്രം പിടികൂടുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. എന്നാൽ പിടിക്കപ്പെടാതെ അതിർത്തി കടന്നെത്തുന്നവ എത്ര കോടിയുടേതാണ്? കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ഓരോ അതിർത്തികളിലും ചുങ്കം നൽകണം. കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരികയാണെങ്കിൽ ഒന്ന് ബ്രേക്ക് പോലും ചവിട്ടാതെ കടന്നു പോരാം. നമ്മുടെ വ്യവസ്ഥിതി ഇങ്ങനെയൊക്കെയാണ്, അതിന് പരിമിതികളുണ്ട് എന്ന സന്ദേശം ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ നൽകുകയും ജനത്തിനത് ബോധ്യമായി തുടങ്ങുകയും ചെയ്യുന്നിടത്തു നിന്നാണ് ഫോർ ദ പീപ്പിൾ ഉണരുന്നത്. ഇപ്പോൾ ലഹരി കൊലകളും അക്രമങ്ങളും ഗുണ്ടാവിളയാട്ടങ്ങളുമെല്ലാം നാട്ടിൽ വർദ്ധിച്ചിരിക്കുകയാണ്. പണ്ട് ഗുണ്ടകൾ തമ്മിലൊക്കെയായിരുന്നു അക്രമമെങ്കിൽ ഇപ്പോൾ വീടകങ്ങളിലേക്ക് പോലും അത് ദൂരവ്യാപകമായി ബാധിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ പൊതുസമൂഹം അവരുടെ സുരക്ഷയെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിൽ അവരെ കുറ്റം പറയാൻ ഒക്കില്ലല്ലോ. നിയമം കയ്യിലെടുക്കുമെന്ന് ഗത്യന്തരമില്ലാതെ അവർ പറയുമ്പോൾ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരുടെ വീഴ്ചയും നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? ഇനി അങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ നിയമം കയ്യിലെടുക്കുന്നവർ ആരെ അടിക്കും എന്നത് മറ്റൊരു നിയമപ്രശ്നത്തിലേക്കും കലാപ സാഹചര്യത്തിലേക്കും ഒക്കെ നമ്മുടെ നാടുകൾ കൊണ്ടുപോകും. ഇത് തെറ്റായി പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യം ചിന്തിച്ചു നോക്കൂ. ആരെങ്കിലും പ്രതികാര അവസ്ഥയ്ക്കായി ഇത് പ്രയോഗിച്ചാൽ, മുൻവിധിയോടെ പെരുമാറിയാൽ ഇതൊക്കെ എത്രമാത്രം അപകടമാണ് ഓരോ ഇടങ്ങളിലും ഉണ്ടാക്കുക. സാങ്കേതികത വെടിഞ്ഞ് കാര്യക്ഷമമായ ഇടപെടൽ ഈ വിഷയത്തിൽ അനിവാര്യമാണ്. പൊതുസമൂഹം സീസണബിൾ അലർട്ടിന് പിന്നാലെ പോവുകയല്ല വേണ്ടത്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു ബയോഡാറ്റയും ഒരു കർമ്മ പദ്ധതിയുമൊക്കെ തയ്യാറാക്കുകയാണ് ഓരോ നാടുകളിലെയും ആളുകൾ ചെയ്യേണ്ടത്. ഇത് പെട്ടെന്ന് തന്നെ ഉണരേണ്ട, പെട്ടെന്ന് ഏതെങ്കിലും സീസണബിൾ ആയ സംഭവങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമേ അല്ല. ഓരോ നാട്ടിലും
വളരെ സൈലൻ്റായി കോലാഹലങ്ങളൊന്നും ഇല്ലാതെ ക്ഷമയോടെ കാത്തിരുന്ന് ഡാറ്റകൾ ശേഖരിച്ച് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കി എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് കൂട്ടി ചെയ്യേണ്ട ഒന്നാണ്. വിദ്യാലയങ്ങൾക്കും കലാലയങ്ങൾക്കും ഇതിൽ വലിയ റോളുണ്ട്. പക്ഷേ നമ്മുടെ ദൗർഭാഗ്യമെന്ന് പറയാം, ഇന്ന് കലാലയങ്ങളെയും വിദ്യാലയങ്ങളെയും ഒക്കെ ഗ്രസിച്ചിരിക്കുന്നത് ട്രെൻഡുകളാണ്. ആ ട്രെൻഡുകൾക്ക് അടിത്തറ പാകുന്നത് ഇവിടുത്തെ സിനിമകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെയാണ്. പക്ഷേ സിനിമകളെയും സംവിധാനങ്ങളെയും ഒക്കെ വിമർശിക്കുമ്പോൾ അത് ലിബറൽ ചിന്താഗതിയുടെ പുറത്തേക്ക് പോകും എന്നുള്ള ഒരു ചിന്താഗതി മറ്റൊരു തരത്തിൽ ഇവിടെ ഉയർത്തപ്പെടുകയാണ്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ മറികടക്കാൻ എന്തുണ്ട് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ കയ്യിലുള്ള യുക്തി എന്ന് ചോദിച്ചാൽ അവർ അലർട്ടായിരിക്കുക എന്നത് മാത്രം തന്നെയാണ്. അങ്ങനെ അലർട്ടാകുമ്പോൾ അതൊരു തമാശക്ക് കേവലം പോസ്റ്ററുകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കേണ്ട ഒന്നല്ല. അത് വളരെ കൃത്യമായി ക്ഷമയോടുകൂടി സമയമെടുത്ത് കൃത്യമായ പദ്ധതികൾക്ക് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളാണ്. അതിനോട് സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് സഹകരിക്കണം. അത് നാടിൻ്റെ പൊതുസമൂഹത്തിലുള്ള എല്ലാ സാമൂഹിക വ്യവസ്ഥയിലുള്ള ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഓരോ വീടകങ്ങളെയും പ്രത്യേകം അതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരെ ലയിപ്പിച്ച് വേണം ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാനും ആസൂത്രണം ചെയ്യാനും. ദൗർഭാഗ്യമെന്ന് പറയാം, നേരത്തെ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ബ്രൂവറിക്ക് പിന്നാലെ പോകാനും സൂപ്പർ മാർക്കറ്റുകളിൽ പോലും നേരിയ ഇനം ലഹരി ഇല്ലാത്തത് എന്നൊക്കെ ആദ്യം പറയുമെങ്കിലും പിന്നീട് അതിനെയൊക്കെ സാമാന്യവൽക്കരിക്കുന്ന തരത്തിലേക്കുള്ള പാനീയങ്ങൾ കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുന്ന ചർച്ചകൾ നമുക്കിടയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ അത്തരം വിഷയങ്ങളിൽ ഇനിയെങ്കിലും കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കേരളം ഒരു കുരുതിക്കളം ആകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് നമ്മൾ ഓർക്കണം. Waytonikah.com, the exclusive Muslim matrimonial site.